ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള ഭീകരപ്രവർത്തനവും അനുവദിക്കില്ല. ഇപ്പോൾ നമ്മുടെ സൈനിക ശക്തി അടക്കം മറ്റുള്ള രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശത്രു രാജ്യങ്ങൾ ഒന്ന് മടിക്കും ഇന്ത്യയുമായി നേരിട്ട് നേർക്കുനേർ ഏറ്റുമുട്ടാൻ. അല്ലാതെ വരുമ്പോഴാണ് ഇത്തരത്തിൽ ചാവേറുകളെ വെച്ചുകൊണ്ട് സാധാരണക്കാരെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ അടക്കം നടന്നിട്ടുള്ള സ്ഫോടനങ്ങൾ അവർ ആസൂത്രണം ചെയ്തത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുമ്പ് നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ ഭീകരർ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അത് വളരെ വലുതായിരിക്കും. ഒരു ഭീകരനും നമ്മുടെ രാജ്യത്ത് സ്ഥാനമില്ല. ഇവിടെ ജീവിച്ചുകൊണ്ട് നമ്മുടെ മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കാനാണ് പദ്ധതിയെങ്കിൽ പിന്നീട് അവരെ മുച്ചൂടും മുടിപ്പിച്ച് തന്നെയാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ അടങ്ങുകയുള്ളൂ. അതിപ്പോ ഭീകരർക്ക് മനസ്സിലായിട്ടുണ്ട്, അവരെ വിട്ടവർക്കും. ഇപ്പോൾ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണങ്ങൾ നടക്കുന്നത്. അവിടെ 10ഓളം ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അൽഫലാഖ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ആയിട്ടുള്ള ജാവേദ് അഹമ്മദ് സിദ്ദിഖിയും കഴിഞ്ഞ 2 ദിവസം മുൻപാണ് അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തത്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ് അന്വേഷണ ഏജൻസികൾ. അൽഫലാഖ് യൂണിവേഴ്സിറ്റിയുമായി ചുറ്റിപ്പറ്റി വലിയ രീതിയിലുള്ള കള്ളപ്പണ ഇടപാടടക്കം അവിടെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വാർത്തയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ അത് കണ്ടു കാണും. 415 കോടിയോളം രൂപ 7 വർഷത്തിനിടയിൽ അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒഴുകിയെത്തി എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ഈ ഫണ്ടൊക്കെ എവിടെ പോയി? ഇതൊക്കെ ഭീകരവാദ പ്രവർത്തനത്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അൽഫലാഖ് യൂണിവേഴ്സിറ്റി ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ പ്രശ്നങ്ങളിൽ അവസാനിക്കുന്നില്ല, ഇനി അവസാനിക്കാനും പോകുന്നില്ല. ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ അറസ്റ്റിന് പിന്നാലെ നിർണായക തീരുമാനവുമായി ഇപ്പോൾ അധികൃതർ രംഗത്തെത്തിയിരിക്കുകയാണ്. മധ്യപ്രദേശിലെ മഹുൻഡോൺമെന്റ് ബോർഡിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിലുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടം അനധികൃത നിർമ്മാണമായി പ്രഖ്യാപിക്കുകയും അനധികൃത ഭാഗം 3 ദിവസത്തിനകം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ബുൾഡോസർ കയറ്റി ഇടിച്ച് നിരപ്പാക്കണം എന്നുള്ള വാണിംഗ് ആണ് ഇപ്പോൾ വീടിന് മുന്നിൽ ഒട്ടിച്ചിരിക്കുന്നത്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷമാണ് പൊളിച്ചു മാറ്റുന്നതിനുള്ള ചിലവ് ബന്ധപ്പെട്ട കക്ഷിയിൽ നിന്ന് ഈടാക്കുമെന്ന് ബോർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മഹുവിലെ മുക്കേരി മുഹല്ലയിലെ സർവേ നമ്പർ 245/1 സ്ഥിതി ചെയ്യുന്ന ഹൗസ് നമ്പർ 71 ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ പിതാവായ പരേതനായ മൗലാനാന്റെ പേരിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏകദേശം 860 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ 3 നില കെട്ടിടത്തിൽ അനധികൃതമായി ബേസ്മെന്റ് നിർമ്മിച്ചിട്ടുണ്ട്. കണ്ടോൺമെന്റ് എഞ്ചിനീയർ HS കലേയ പറയുന്നതാണ്. ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ പിതാവായ പരേതനായ മൗലാന ഹമാദിന്റെ വീടിനാണ് ഞങ്ങൾ നോട്ടീസ് നൽകിയത്. അനധികൃത നിർമ്മാണം നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് 1924 കണ്ടോൺമെന്റ് നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം 96-ലും 97-ലും നിരവധി കത്തുകൾ നൽകിയിരുന്നു. അവർ അത് ആവർത്തിച്ചിട്ടും നിർമ്മാണം നീക്കം ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിലെ നോട്ടീസിൽ കെട്ടിടത്തിൽ താമസക്കാരോ നിയമപരമായ അവകാശികളോ 3 ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണം നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ കണ്ടോൺമെന്റ് ബോർഡ് പൊളിച്ചു നീക്കൽ നടപടി സ്വീകരിക്കുമെന്നും കറണ്ടോൺമെന്റ് നിയമത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഇതിനു വേണ്ടി വരുന്ന ചിലവ് ബന്ധപ്പെട്ട കക്ഷിയിൽ നിന്ന് ഈടാക്കുമെന്നുമാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ജാവേദ് അഹമ്മദ് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബവും ഏകദേശം 25 വർഷം മുമ്പ് മഹു വിട്ട് ഹരിയാനയിലെ ഫരീദാബാദിലേക്ക് താമസം മാറിയതായാണ് വിവരം. എന്നിരുന്നാലും വീട്ടിൽ ചില ആളുകൾ താമസിക്കാറുണ്ട്. അവർക്കാണ് നോട്ടീസ് കൈമാറിയിരിക്കുന്നത്. ഈ 3 നില കെട്ടിടമാണെന്ന് പറയുന്നു. ഇനി ഒരു പക്ഷേ കൂടുതൽ അന്വേഷണം വരുമ്പോൾ ആ വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഗൂഢാലോചന മറ്റും നടന്നിട്ടുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഇപ്പോൾ ജാവേദ് സിദ്ദിഖിയുടെ സഹോദരൻ ഹമൂദ് അഹമ്മദ് സിദ്ദിഖിയെ 25 വർഷം പഴക്കമുള്ള വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അടുത്തിടെ മധ്യപ്രദേശ് പോലീസ് ഹൈദരാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു.
അതും ശ്രദ്ധേയമാണ്. ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അൽഫല യൂണിവേഴ്സിറ്റി അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാപക ചെയർമാനായിട്ടുള്ള ഈ ജാവേദ് സിദ്ദിയെ അറസ്റ്റ് ചെയ്തു. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അൽഫല യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന്റെ പുറകുവശത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു 3 നില കെട്ടിടം, അദ്ദേഹത്തിന്റെ കൊട്ടാരം, അത് പൊളിച്ചു നീക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 3 ദിവസമാണ് സമയം നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ അനധികൃതമായിട്ടുള്ള ഈ ഭാഗങ്ങൾ ഏതാണോ അധികൃതർ പറഞ്ഞത് അത് പൊളിച്ചു നീക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അധികൃതർ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. മുഖ്യപ്രതിയായിട്ടുള്ള ഉമർ നബി ഉൾപ്പെടെ നിരവധി പ്രതികൾക്ക് ഈ സ്ഥാപനവുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് യൂണിവേഴ്സിറ്റി അന്വേഷണത്തിന്റെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നത്. ഒരുപക്ഷെ നാളെ ഈ അൽഫല യൂണിവേഴ്സിറ്റി ഇത്തരത്തിൽ ഇടിച്ചു നിരപ്പാക്കാനുള്ള കാര്യത്തിലും സംശയം ഉണ്ടാകില്ല. കാരണം ഈ യൂണിവേഴ്സിറ്റി വളരെ വ്യാജമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രക്ഷിതാക്കളെ പറ്റിച്ചുകൊണ്ട് NAC സർട്ടിഫിക്കറ്റ് അടക്കം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ടാണ് ഇത് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇതിന് അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അവരുടെ വെബ്സൈറ്റിലെല്ലാം തന്നെ ഇതിന് അംഗീകാരം ലഭിച്ചതായി പറയുന്ന വ്യാജരേഖകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടവും ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അന്വേഷണം പൂർത്തീകരിക്കുന്ന വേളയിൽ ഇതും പൊളിച്ചു മാറ്റാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണാം. ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ രേഖകൾ, ഫണ്ടിംഗ് സ്രോതസ്സുകൾ, വിദേശ ഇടപാടുകൾ, സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ എന്നിവ അന്വേഷിച്ച് വിശദമായി പരിശോധിക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ. വിഷയം അതീവ ഗൗരവമായതിനാൽ പ്രാദേശിക ഭരണകൂടവും കണ്ടോൺമെന്റ് ബോർഡും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ കെട്ടിടം ബുൾഡോസർ ഉപയോഗിച്ച്, അതായത് കൊട്ടാരം, പൊളിച്ചു മാറ്റാൻ സാധ്യതയുണ്ട്. ജാവേദ് അഹമ്മദ് സിദ്ദിഖിയുടെ ഉൾപ്പെടെയുള്ള മുഴുവൻ കുടുംബവും ഏകദേശം 25 വർഷം മുൻപാണ് ഈ പറയുന്ന മഹു വിട്ട് ഹരിയാനയിലെ ഫരീദാബാദിലേക്ക് താമസം മാറിയിരിക്കുക. അങ്ങനെയാണ് വിവരം കിട്ടുന്നത് അന്വേഷണ ഏജൻസിക്ക്. എന്തായാലും അവിടുത്തെ ആളുകൾ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അനുസരിച്ച് അവർക്ക് ഈ നോട്ടീസ് കൈമാറിയിട്ടുണ്ട്. ഇനി ഉമർ നബി അടക്കം അവിടെ താമസിച്ചിട്ടുണ്ടോ? ചോദ്യങ്ങൾ പലതാണ്. എന്തായാലും ഉത്തരങ്ങൾ വരട്ടെ. അന്വേഷണ ഏജൻസി എല്ലാത്തിന്റെ കഴുത്തിൽ കുരുക്കിട്ടിട്ടുണ്ട്. കുരുക്ക് മുറുകുമോ അതോ ലൂസായി തന്നെ ഇട്ട് പുറത്തേക്ക് വരുമോ എന്നൊക്കെ ഉള്ളത് കാണാം. എന്തായാലും അൽഫലയും ഇടിച്ചു നിരത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.